ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാം വിശിഷ്ടാതിഥിയായെത്തുന്ന പരമ്പരയുടെ ആദ്യ ഖണ്ഡത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വിശിഷ്ടാതിഥി നിങ്ങൾക്കൊക്കെ പരിചിതനായിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഫിലിം എഡിറ്ററാണ്. കണ്ണൂർ പേരാവൂർ സ്വദേശിയാണ്. 1998 മുതൽ ഇപ്പോഴും സജീവമായിട്ട് ഇരിക്കുന്ന ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാരോട് ചോദിക്കുക എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വന്നു, ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു എന്നൊക്കെയാണ്. നമ്മൾ അതവിടെ വെച്ച് അവിടുന്ന് ഒരു ജംപ് കട്ടടിക്കുകയാണ്. ഈ രംഗത്ത് വന്ന ഒരു കാലഘട്ടം മുതൽ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സാങ്കേതികമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഫിലിമിൽ തന്നെ തുടങ്ങിയ ആൾക്കാരായിരിക്കാം അല്ലേ? ഫിലിമിൽ തുടങ്ങിയാണ്. ഇപ്പോൾ അത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറി. അതെ. ആ ഒരു യാത്രക്കിടയിൽ പോയ സമയത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണ്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഒരു മറവത്തൂർ കനവ് റിലീസായി. ആ സമയത്ത് തന്നെ ഡിജിറ്റൽ നോൺ ലീനിയർ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സിനിമയിൽ സക്സസ് അല്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പണിയില്ലാതിരുന്ന ഒരു സമയമുണ്ട്. അപ്പം ആ സമയത്ത് ഒരു ബ്രോഡ്കാസ്റ്റ് എക്സിബിഷൻ വെച്ച് ഞാൻ ഈ നോൺ ലീനിയർ എഡിറ്റിംഗ് സിസ്റ്റം കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് വളരെ യൂസ്ഫുള്ളാണുള്ള, വളരെ സൗകര്യപ്രദമാണ്. കാരണം ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് മാനുവലി എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. വിത്തൗട്ട് അസിസ്റ്റൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ ഒരുപാട് ഇൻകൺവീനിയൻസുകളും ഉണ്ടായിരുന്നു. നമ്മൾ മൂവികളിലൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ആയാലും അതിൽ ഫിലിമിങ് റൺ ചെയ്ത് ചിലപ്പോൾ ഒരു 750 അടികളും വെച്ചാൽ ഓൾമോസ്റ്റ് 10 മിനിറ്റ്സിന് ശേഷം നമുക്ക് അതിന് മുമ്പ് പോയി ഒരു ഷോട്ട് ഒന്ന് കാണെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് വരണം. അതിനിടയ്ക്ക് ജോയിൻ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബ്രേക്കാവും. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒത്തിരി സൗകര്യം ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് കണ്ടപ്പോൾ തോന്നി ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ശ്രമമായി. അങ്ങനെ ഇത് പഠിച്ചു. സ്വതന്ത്ര എഡിറ്റർ ആവുന്നതിന് മുമ്പ് ഒരു പരിശീലന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഏത് രീതിയിലാണ് ഈ ഫിലിം ഒട്ടിക്കുക? എങ്ങനെയായിരുന്നു അന്നത്തെ എഡിറ്റിങ്ങിൻ്റെ ഒരു രീതി? അത് മൂവിയോള എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അതിൽ ഓടിച്ച് മാർക്ക് ചെയ്യും. പെൻസിലിന് മാർക്ക് ചെയ്ത് ടേബിളിൽ വേറെ കട്ട് ചെയ്യുന്ന വേറെ ടേബിളിൽ വെച്ച് കട്ട് ചെയ്ത് സിസറിന് കട്ട് ചെയ്ത് പിന്നെ ഫിലിം സിമെൻ്റ് എന്ന കെമിക്കലുണ്ട്, അത് വെച്ച് സ്പ്ലേസറിൽ വെച്ച് ജോയിൻ ചെയ്തു. അതിന് മുമ്പ് ബ്ലേഡ് വെച്ച് സ്ക്രൈബ് ചെയ്യും. പിന്നെ അതിലും മാറ്റം വന്നു. പിന്നെ ഫിലിം പോളിസ്റ്റർ ബേസ്ഡ് ആയപ്പം സർഫൻ ടേപ്പ് വെച്ച് ഒട്ടിക്കാനും അങ്ങനെയൊക്കെ ആയി. അപ്പോഴും നെഗറ്റീവ് ഫിലിം സിമെൻ്റ് വെച്ച് തന്നെ ജോയിൻ ചെയ്യണമായിരുന്നു. അത് അങ്ങനെ ആണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്കൊരു ഷോട്ടൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ 2-3 ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ കട്ടിങ് എടുത്ത് അതിനകത്ത് ഫിസിക്കലി വി ഹാവ് ടു ജോയിൻ ഇറ്റ്. ദെൻ അപ്പോൾ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കണ്ടേ. അതൊരു വലിയൊരു സാഹസം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ചില സംശയങ്ങളുണ്ട്. എന്താണ് എഡിറ്ററുടെ റോൾ? അതായത് സ്ക്രിപ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അത് അവർക്കറിയാം. പിന്നെ അതിനെ മുൻനിർത്തി താരനിർണയം നടത്തുന്നു, ഷൂട്ടിംഗ് നടക്കുന്നു. ഈ ഷൂട്ട് ചെയ്ത് വന്ന ഫിലിം വളരെ ലെങ്തി ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് ആ എഡിറ്റിംഗ് പ്രോസസ്സ് അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? അതൊന്ന് ഘട്ടം ഘട്ടമായി പറഞ്ഞാൽ. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ആ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ഈ മെറ്റീരിയൽസേ മാറുന്നുള്ളൂ. ഓൺലി അതിൻ്റെ ടൂൾസുകൾക്ക് മാറ്റം വന്നതേ ഉള്ളൂ. ഇപ്പോൾ അന്ന് കത്രികയും സിമെൻറ്റും ബ്ലേഡും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇന്ന് നമ്മൾ കീബോർഡും മൗസും യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ രീതിക്ക് മാറ്റമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും പിടിച്ചിരുന്നത്. പരിശീലന കാലഘട്ടം എങ്ങനെയായിരുന്നു? അപ്പം അന്ന് അത് പഠിച്ചു. അന്നത്തെ ഏറ്റവും വലിയ എഡിറ്ററുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത്. ജി വെങ്കട്ടരാമൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഡിറ്റിംഗ് പഠിക്കാൻ വന്ന ആളല്ല. ഞാൻ വന്നത് ഞാൻ ഡയറക്ഷൻ പഠിക്കാനാവുന്നത്. കാരണം എനിക്ക് സിനിമയിൽ ഒരു ജോലി കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്ത് ജോലിയാണ്? അഭിനയിക്കാനാണോ? കാരണം സിനിമയിൽ വരുന്നവരെല്ലാവരും അഭിനയിക്കാൻ വരുന്നവരായിരിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അല്ല, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഏതാ വേണ്ട ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി. ഞാൻ പറഞ്ഞ് ഏതിനാ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുമെന്ന് എൻ്റെ ക്വസ്റ്റ്യൻ. അത് പറഞ്ഞ് ഡയറക്ഷനാന്ന് പറഞ്ഞു. എന്നാൽ അത് മതിയെന്ന് പറഞ്ഞു. എൻ്റെ അത്യാഗ്രഹം ദൈവത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സിനിമയിൽ ഏറ്റവും കാശ് കിട്ടാൻ പാടുള്ള ജോലി തന്നെ കൊണ്ടുപോയിട്ടു. അപ്പം ഡയറക്ഷൻ അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടർ എടുക്കാൻ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുതിയ സിനിമ തുടങ്ങുമ്പോൾ ജോയിൻ ചെയ്താൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. എവിശ്വ സാറിൻ്റെ കൂടെയായിരുന്നു. അപ്പം പുതിയ സിനിമ ഓക്കെ. അപ്പോൾ അതിനൊരു 3 മാസത്തെ
കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു നാട്ടിൽ തിരിച്ചു പോകുന്നത്, ഞാൻ പറഞ്ഞില്ല പോകുന്നില്ല, പോയാൽ തിരിച്ചു വരവുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഒക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ സമയം കളയണ്ട, കുറച്ച് എഡിറ്റിംഗ് പഠിച്ചോ നല്ലതായിരിക്കും പറഞ്ഞു. അപ്പോൾ അന്നത്തെ താരമിന് തിരക്ക് പറഞ്ഞ് കാരണം അത് ഒരു 3 ദിവസത്തേക്കല്ലേ ഉണ്ട്. അപ്പോൾ തിരക്ക് പറഞ്ഞ എഡിറ്റർമാരോടൊക്കെ ചോദിച്ചിട്ട് ആരുടെ എടുക്കുന്നു, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഇല്ല. അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ എഡിറ്റർ എടുത്ത് കിട്ടുന്നത്. അപ്പോഴേ എന്നോട് പറഞ്ഞ് അവിടെ നിന്ന് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊന്നുമില്ല, ഞാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഈ 3 മാസം വീണ്ടും 3 മാസം കൂടെ, അപ്പോൾ 6 മാസമായി. അതിനുള്ള ഇദ്ദേഹവും ഞാനുമായിട്ട് ഭയങ്കര ഒരു മാനസികമായ ഒരു അടുപ്പമായി. അപ്പോൾ അദ്ദേഹം അന്ന് MT സാറിൻ്റെ ഒക്കെ പടങ്ങൾ ചെയ്യുന്ന കരിയരൻ, അങ്ങനത്തെ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യുന്ന എഡിറ്ററാണ്. ഒരു വർഷം 24 പടം എഡിറ്റ് ചെയ്യുമായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് വായനാ സ്വഭാവമുള്ള ആളായിരുന്നു. വായന എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ഹരമാണ്. അപ്പോൾ MT സാർ വന്നപ്പോഴും എൻ്റെ പുതിയ സെഷൻ സാറിൻ്റെ വലിയ ആരാധന, സാറിൻ്റെ എല്ലാ ബുക്സും വായിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ പറയും. അങ്ങനെ MT സാറുമായിട്ടുള്ള സംസാരിക്കാനും ഇൻട്രാക്ഷനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. വെങ്കിട്ടൻ സാറിൻ്റെ 14ാമത്തെ അസിസ്റ്റൻ്റാണ് ഞാൻ. ബാക്കിയുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി അസൂയൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. അപ്പം ഞാൻ MT സാറിൻ്റെ പടം ഞാൻ അഭിപ്രായമൊക്കെ പറഞ്ഞു, പിന്നെ ഈ MT സാറിനോടൊക്കെ പോയി അഭിപ്രായം പറയുന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ സാറിൻ്റെ പടം പുതിയ പടം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ പോരുന്നു ചോദിച്ചാൽ, പക്ഷേ എനിക്ക് അപ്പോഴേക്കും സാറിനോട് പോവാന്ന് പറയാനൊരു വിഷമം. അങ്ങനെ ഞാൻ എഡിറ്റിങ്ങിൽ പെട്ടു. പിന്നെ അങ്ങനെ അങ്ങ് സജീവമായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഡയറക്ടർ കമൽ സാറ്, സത്യൻ അന്തിക്കാട് അവരുടെയൊക്കെ പടങ്ങൾ ചെയ്യുന്ന സമയത്താണ് കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ലാൽ ജോസ്. അപ്പോൾ അന്നത്തെ ആ സൗഹൃദത്തിൽ ലാൽ ജോസ് ഇൻഡിപെൻഡൻ്റ് ചെയ്യാൻ നേരത്തെ അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പടം താൻ എഡിറ്റ് ചെയ്തോളൂ, തയ്യാറാണെങ്കിൽ തനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് വേറൊരു സത്യേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ഒരു ശശിശങ്കർ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞു, രഞ്ജ എങ്ങനെ എൻ്റെ പടം വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവണോ ചെയ്യാൻ കാര്യം രഞ്ജന വെച്ച് ചെയ്യിക്കായിരുന്നു. അത് വേണ്ടെന്ന് എനിക്ക് തോന്നണേ രഞ്ജ, ഇച്ചിരി നല്ലൊരു പ്രോജക്റ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം നാരായൺ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. ഇല്ല, അപ്പോൾ ലാല് പറഞ്ഞു ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പടം തന്നെ ചെയ്യണം, അല്ലാതെ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മഴത്തുർക്കനു, മമ്മൂട്ടിയാണ് നായകൻ, അത്രയും വലിയൊരു പടമാണ്. പക്ഷെ ഞാൻ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചൊന്നുമില്ല, ശരി ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അത് തുടങ്ങി. ഈ മറത്തൂർക്കനവ് വരുമ്പോഴത്തേക്ക് ടെക്നോളജി എവിടെ വരെ എത്തിയിരുന്നു? അന്ന് ടെക്നോളജിക്ക് മാറ്റം വന്നില്ല. മാറ്റം വരാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം കമലഹാസൻ നോൺ ലീനിയർ പടം എഡിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹമാണ് ആദ്യം ചെയ്യുന്നത്. മലയാളത്തിൽ ഒരു സിനിമയും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി പ്രൊജക്ഷൻ ചെയ്ത് കാണുമായിരുന്നു. അപ്പോൾ നമ്മളൊരു സിനിമയുടെ റീലുകൾ കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെ ഒരു കാറൊക്കെ വേണം. കാരണം 36 ഫിലിം ബോക്സസ് ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ഫസ്റ്റ് പ്രൊജക്ഷൻ നടക്കുകയാണ്. അപ്പോൾ വിദ്യാസാഗറാണ് മ്യൂസിക്, ശ്രീനേട്ടനാണ് സ്ക്രിപ്റ്റ്. അപ്പം പടം കാണാൻ ശ്രീനേട്ടൻ വരും, വിദ്യാസാഗർ വരും. അപ്പോൾ ഇവർ വരും, അവിടെ ചെല്ലുന്ന പടം എൻ്റെ ഭാഗ്യത്തിന് ശ്രീനേട്ടനൊന്നും വന്നില്ല, അതെൻ്റെ ഭാഗ്യത്തിനാന്ന് പിന്നെ ഞാൻ മനസ്സിലായത്. വിദ്യാസാഗറുണ്ട്. ഫസ്റ്റ് റീല് പ്രൊജക്റ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ സിങ്ക് പോയി. സിങ്കർണൈസിങ് പോവാന്ന് പറഞ്ഞാൽ പിക്ചറും സൗണ്ടും തമ്മിൽ ടൈമിങ് കറക്റ്റല്ല. ദൈവമേ, അത് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ പാളിച്ചാണ്. തീർച്ചയായിട്ടും പാളിച്ചാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് പീസ് പോയി. അപ്പോൾ അടുത്ത റീലിട്ടു. വേറെ അവിടെ വെച്ച് നമുക്ക് ഫിസിക്കലി ഒന്നും അവിടെ നിന്ന് സിങ്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു പീസ് വിട്ടുപോയിട്ടുണ്ടാവും. സൗണ്ടിൻ്റെ ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് തന്നെ വെച്ചാൽ നമ്മൾ ഈ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ സൈലൻറ്റ് സൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പീസസ് ഒട്ടിച്ചിട്ടുണ്ടാവും. അത് ഈ അസിസ്റ്റൻസ് കറക്റ്റായിട്ട് അത് മിസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ടാണ് പറ്റിയ പ്രോബ്ലം. അവിടുന്ന് സെക്കൻഡ് റീൽ ഇടാമെന്ന് പറഞ്ഞു. സെക്കൻഡ് റീലിട്ടു തദൈവ. തേർഡ് റീലിട്ടു ഡും. ഞാൻ അതോടുകൂടി അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടോ. ഉത്തരയിൽ കല്ല് കടിച്ചു. ഞാനിങ്ങനെ ആ കൂടെ അന്തമിട്ടിക്കാണ്. ലാല് കിടന്ന് എന്നൊക്കെ പറഞ്ഞ് ലാല് കിടന്നുണ്ട്. അപ്പോൾ വിദ്യാസാഗർ മാത്രം എന്നോട് പറഞ്ഞ് ഇല്ല ഞാൻ പറഞ്ഞില്ല, നമുക്ക് കാലിലെ പാക്കലാം എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അന്നത്തെ പരിപാടി നിർത്തി. അപ്പം റീഡൂ ചെയ്തു. അത് പിന്നെ അന്ന് പ്രൊജക്ഷൻ നിർത്തി വീണ്ടും. അപ്പോൾ ലാല് അവിടെ അസിസ്റ്റൻസിനോട് പറഞ്ഞ് എല്ലാം റെഡിയാക്കി പക്കായിട്ട് നാളെ രാവിലത്തേക്ക് ഒരു കാരണവശാലും ചെക്ക് ചെയ്ത് അസിസ്റ്റൻ്റ് ആക്ടേഴ്സും എല്ലാവരും രാത്രിയിൽ ഇവർക്ക് ഇൻസിഡൻറ്റ്. അങ്ങനെ അന്ന് രാത്രി കൊണ്ട് ഇവരെല്ലാം എല്ലാ റീലുകളും ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് ഡേ പ്രൊജക്ഷൻ കണ്ടു. കുഴപ്പമില്ല, അതിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ നല്ലൊരു അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ കമൽ സാറൊക്കെ പറയും രഞ്ജനായതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് മിക്സിങ്ങിനൊക്കെ പറ്റും. അന്ന് മിക്സിങ്ങിനൊക്കെ ആയാലും ഇതുപോലെ തന്നെ ഫിലിമാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ജോയിൻറ്റ് പോകുകയോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മിക്സിങ്, ഇപ്പോൾ റീല് ആദ്യം അതുപോലെ ഡയറക്റ്റായിട്ട് സൗണ്ട് നെഗറ്റീവിലേക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത്രയും സൗണ്ട് നെഗറ്റീവ് വേറെ വേസ്റ്റ് ആവും. സിമിൾട്ടേനിയസ് ആണ് മ്യൂസിക് പ്ലേ ആവുന്നു, എഫക്ട്സ്
കൊടുക്കുന്നതെല്ലാം അപ്പം തന്നെ ലൈവായിട്ടാണ് എഫക്ട് സൗണ്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. അതും നിങ്ങളുടെ ഡ്യൂട്ടിയാണോ? അല്ല, ഞങ്ങളുടെ ഡ്യൂട്ടി സൗണ്ട് എഫക്ട്സ് ചിലതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. കാറിന്റെ ഒക്കെ സൗണ്ടുകൾ, പഞ്ചിങ് സൗണ്ടൊക്കെ, ഇടിയുടെ ഒക്കെ സൗണ്ടൊക്കെ നമ്മൾ തന്നെയാണ് ഇടുന്നത്. എനിക്കാണെങ്കിൽ ഒരു ഭയങ്കര ഹരമായിരുന്നു. ഞാനാണെങ്കിൽ ഫിലിമിൽ ചൊറിഞ്ഞ് ഇവിടെയൊക്കെ നല്ലൊരു മുഴയൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു അറിവാണ്. അതായത് ഈ സൗണ്ടൊക്കെ ചെയ്യാൻ വേറെ ആളുണ്ടായിരിക്കെ തന്നെ ചില നിർണായക ഘട്ടങ്ങളിൽ പക്ഷെ ഇങ്ങനത്തെ സൗണ്ടൊക്കെ വളരെ കറക്റ്റ് സിങ്കിൽ കൊടുക്കണമല്ലോ. കാറ് തുറക്കുന്നതിന് സ്റ്റാർട്ടിങ് ആയാലും ഡോർ ക്ലോസിങ്, ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ടൈമിങ് വേണ്ടേ. അന്ന് എല്ലാം ലൈവായിട്ടാണ് ചെയ്തു പോകുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സിങ്ക് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സൗണ്ട് എഡിറ്റിങ്. ശരിക്ക് അത് കഴിഞ്ഞിട്ട് അന്ന് ഓപ്റ്റിക്കൽ ഫിലിം എന്ന് പറയുമായിരുന്നു. അത് മാറി നെക്സ്റ്റ് മാഗ്നറ്റിക് ടേപ്പിലേക്ക് മാറി സൗണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഒക്കെ വന്നു. അപ്പോൾ ഈ മാഗ്നറ്റിക് ടേബിൾ വന്നപ്പം നമുക്ക് സൗണ്ടിന്റെ വേവ് ഫയൽ കണ്ടുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൽ അത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ മൂവികളിൽ മാഗ്നറ്റിക് ഹെഡ് വെച്ചാലും ഇത് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സിംഗിളുടെ മീറ്റർ ഉണ്ട് ടേബിളിൽ. ഫിലിമും പിക്ചർ സൗണ്ട് സെപ്പറേറ്റ് അല്ലേ ഓടുന്നത്. അപ്പോൾ ആ സിംഗിളുടെ മീറ്ററിൽ ഞാനപ്പോൾ അന്നത്തെ ഞാൻ പറഞ്ഞു ഇതിൽ ഹെഡ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ടെക്നീഷ്യൻസിൻ്റെ അടുക്ക്. എന്നിട്ട് ചെറിയ സ്പീക്കർ വയ്ക്കാം. അപ്പോൾ അവരെന്ന് പറഞ്ഞ് രഞ്ജൻ ഇവിടെ ഇങ്ങ പുറക്ക വേണ്ടിയ ആളല്ല, രഞ്ജൻ അമേരിക്കയിൽ പുറക്ക വേണ്ടിയ ആളെന്ന്. അത് നമ്മുടേതായിട്ടുള്ള ചില ഇന്നോവേഷൻസ് കൂടി അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റി. അപ്പം അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ സൗണ്ട് ഓരോ അക്ഷരങ്ങളെ കട്ട് ചെയ്തിട്ട് വരെ ഡബ് ചെയ്യാത്ത വാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അസിസ്റ്റൻറ്റൊക്കെ മിസ്സായ ഇത് കളയും ചില ഡയറക്ടേഴ്സ്. അപ്പോൾ കമൽ സാറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് വർക്കിൻ്റെ കാര്യത്തിൽ. പുള്ളി തല ചൊറിയുമ്പോഴേക്കും എല്ലാ അസിസ്റ്റൻസും ഓടിപ്പോയി കളയും ചീത്ത വിളിയാക്കാതിരിക്കാൻ വേണ്ടി. ഇത്ര പേരുടെ അധ്വാനം പഴാവുന്ന ഒരു ഘട്ടമാണുള്ളത് അല്ലേ? ഇത്രയും ആൾക്കാർ കോർഡിനേറ്റ് ചെയ്ത് വന്ന് നമ്മുടെ ഒരു രാവിലെ 7 മണി 8 മണി തൊട്ടൊക്കെ ഒരു നിപ്പ് നിന്നിട്ടുണ്ടെങ്കിൽ രാത്രി 12 മണി വരെയൊക്കെ നിൽക്കേണ്ടി വന്നു. ഈ മൂവികളുടെ പുറകെ നിൽക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ ഒന്ന് ഇരിക്കാൻ പറ്റാറുള്ളൂ. ശരിക്കും എഡിറ്റർ എന്ന് പറയുന്നത് ഒരു അദൃശ്യനായിട്ടുള്ളൊരു സർഗാത്മക കലാകാരനാണ്. പുറത്ത് കാണാനില്ല. നമുക്കിപ്പം ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആളെ കാണാം, താരങ്ങളെ കാണാം. അങ്ങനെ ഒരു പ്രാധാന്യം താരതമ്യേന കുറഞ്ഞ ഒരു മേഖലയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. നല്ല ഒരു എഡിറ്റർ എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ് ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ? എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരു മാനദണ്ഡം പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ പറയുന്നത് എഡിറ്റർക്ക് അവാർഡ് കൊടുക്കാൻ ഏറ്റവും അർഹത ജഡ്ജ് ചെയ്യേണ്ട ആള് അതിൻ്റെ പടത്തിൻ്റെ ഡയറക്ടർക്കാണ് ഏറ്റവും കറക്റ്റായിട്ട് ആ എഡിറ്ററെ ജഡ്ജ് ചെയ്യാൻ പറ്റുക. കാരണം ആ എഡിറ്റർ ആ പടത്തിലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നതാണ് ആ പടത്തിൻ്റെ ഡയറക്ടർ. ഈ സംവിധായകൻ എഡിറ്റിംഗ് ടേബിളിൽ ഉണ്ടാവും? തീർച്ചയായിട്ടും. മുമ്പൊക്കെ അവർ ഇരിക്കാറുണ്ടായിരുന്നു. ഫസ്റ്റ് ഫിലിമിലൊക്കെ ആയിരിക്കുമ്പം മാർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഇരിക്കുമായിരുന്നു. ദെൻ കട്ട് ചെയ്ത് കാണുമ്പോഴൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതൊരു ബുദ്ധിമുട്ടെന്നല്ല, അവരുടെ മനസ്സിലൊരു ഐഡിയയിൽ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവരുടെ മനസ്സിലൊരു പിക്ചറുണ്ട്. അപ്പം ഞാൻ ഫിലിം കണ്ട് എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ആ ഓരോ സീനുകൾ വർക്ക് ചെയ്യും. അവരാഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ ഒരു റിസൾട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ. അല്ല, ആത്യന്തികമായിട്ട് സിനിമ സംവിധായകന്റെ കലയാണെന്ന് പറയുകയും, അതെ, പക്ഷെ അത് എഡിറ്ററാണ് അതിന്റെ രൂപഭാവങ്ങൾ അവസാനം നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നതിലും ഒരു പൊരുത്തക്കേടില്ലേ? പൊരുത്തക്കേടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു സീൻ നമ്മുടെ മനസ്സിൽ, ഇപ്പം നിങ്ങളൊരു പടം ഡയറക്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂടുതൽ നന്നാക്കി അതിനെ തരാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ? അല്ലേ? അത് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നിങ്ങളിപ്പോൾ അടുത്തിരുന്ന് എല്ലാം നോക്കാം, ഇത് മതി, ഇതാ ഇവിടുന്ന് ഇതുവരെ ഞാൻ ഷൂട്ട് ചെയ്ത ഷോട്ട് ഇതാണ്, ഈ ഷോട്ട് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ, ഓക്കെ ഈ ഷോട്ടിൽ ഇവിടെ നിന്ന്, അങ്ങനെ പറയുമ്പോൾ അപ്പം നിങ്ങളുടെ ഒരു ആംഗിളിലുള്ള പിക്ചർ മാത്രമല്ലേ വരുള്ളൂ. ആസമയം ഒരു ടെക്നീഷ്യന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പം പുള്ളിയുടെയും കൂടി ഒരു എഫിഷ്യൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കില്ലേ? ഒരു ക്രിയേറ്റീവായിട്ടുള്ള സെൻസിബിലിറ്റി അങ്ങേയറ്റം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് തീർച്ചയായിട്ടും എഡിറ്റിംഗ്. ഇപ്പോൾ ഒരിക്കൽ റോഷൻ ആൻഡ്രൂസ്, സഞ്ജു, ബോബി സഞ്ജയും ഞങ്ങൾ മൂന്നൊരു കാറിൽ പോകുമ്പം റോഷൻ പറഞ്ഞു, സഞ്ജു രഞ്ജേട്ടൻ പറയുന്നത് രഞ്ജേട്ടന് സ്റ്റോറി റൈറ്റ്സിന് ഷെയർ വേണമെന്നാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ജു ചോദിച്ചു, അതെന്താണ്, എഡിറ്റർമാർക്ക് എല്ലാവർക്കും വേണമെന്നാണ്, അത് രഞ്ജൻ അബ്രഹാമിന് വേണമെന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഡിറ്റർമാർക്ക് വേണ്ടതാണ്, പക്ഷേ രഞ്ജൻ അബ്രഹാം എന്തായാലും വേണം എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബിക്കോസ് യു ആർ റൈറ്റിംഗ് ദ സ്ക്രീൻ പ്ലേ വിത്ത് യുവർ പെൻ, ബട്ട് ഐ ആം വിഷ്വലി റീറൈറ്റിംഗ് യുവർ സ്ക്രീൻ പ്ലേ, സോ ഐ നീഡ് ഇറ്റ്. കാരണം എഡിറ്റിങ്ങിൽ ഒരു പടത്തിന് എന്തോരം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളത് എനിക്കറിയാം. മിക്കവാറും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനും അറിയാം. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാമിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും നാളെ തുടർന്ന് കേൾക്കാം.
അഭിമുഖം നിർവഹണം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹായം SR മായ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.